ഇന്ദിരാഗാന്ധി പണ്ടൊരിക്കൽ വരാൻ ശ്രമിച്ചപ്പോൾ ഒരു ഹെലിപ്പാഡ് നിർമ്മിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇന്ദിരാഗാന്ധിക്ക് വരാൻ കഴിഞ്ഞില്ല. അന്ന് ഒരുപക്ഷെ അതിന് സമാന്തരമായി അവിടെ എവിടെയെങ്കിലും ഒരു ഹെലിപ്പാഡ് വന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ ശബരിമലയുടെ രീതി വേറൊരു തരത്തിലാകുമായിരുന്നു. എന്തായാലും ഒരു ദിവസം 55,000-നും 60,000-നും ഇടയ്ക്ക് ആളുകളെ കയറ്റും എന്നാണ് പറയപ്പെടുന്നത്. 85 പേരാണ് മിനിറ്റിൽ പടിയിലൂടെ കയറിപ്പോകുന്നത്. പടിയിൽ കയറുന്നൊന്നുമില്ല, പോലീസുകാരൻ നിന്ന് 2 കൈയും തൂക്കിയെടുത്ത് അങ്ങ് എറിയും പോലെ എടുത്ത് വിടുകയാണ് ചെയ്യുന്നത്. കുറേ പോലീസുകാർ 2 സൈഡിൽ നിൽക്കുന്നു, എടുത്തെറിയും പോലെ വിടുകയാണ്. അല്ലാതെ അവിടെ പടിയിലൊന്നും ആരും ചവിട്ടാനൊന്നും പറ്റുന്ന ഒരു രീതിയൊന്നും അല്ല ഈ സമയത്ത്, സീസണിൽ. അപ്പോൾ ഒരു മിനിറ്റിൽ 50 പേര് മുതൽ 85 പേര് വരെ പോകും എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു 55,000 മുതൽ 60,000 പേരാണ് ഒരു ദിവസം പറ്റുന്നത്. പക്ഷേ ഇനി ക്ഷേത്രമായതുകൊണ്ട് ഒരു പ്രശ്നമുണ്ട്. പ്രശ്നമൊന്നുമില്ല, ഒരു പ്രത്യേകതയുണ്ട്. പള്ളിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ക്ഷേത്രമാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വലിയ പൂജകളൊന്നും ഇല്ലാത്ത പ്രതിഷ്ഠയൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ 24 മണിക്കൂറോ അല്ലെങ്കിൽ 7 മണിക്കൂറോ 8 മണിക്കൂറോ തുറന്നു വെച്ചിരുന്നാൽ ആ സമയത്ത്, അടയ്ക്കാത്ത സമയത്ത് കണ്ടിന്യൂസ് ആൾക്ക് കണ്ടുപോകാം. ഇത് അങ്ങനെയല്ല. ഇത് അതിരാവിലെ നിർമാല്യം തൊട്ട് തുടങ്ങി ഉഷപൂജ, ഉച്ചപൂജ, നിവേദ്യം, ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അമ്പലം അടയ്ക്കും. ആ അടയ്ക്കുമ്പോൾ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അടയ്ക്കുമ്പോഴൊക്കെ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ ഇത് ഹോൾഡ് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിന്റെ തിയറി, അപ്പൊ നിലയ്ക്കലിൽ ഇങ്ങനെ വന്നാൽ എന്താ സംഭവിക്കുക? നിലയ്ക്കലിൽ ഇത് സ്ഥലം കൊടുത്ത് 200 ഏക്കർ സ്ഥലം കൊടുത്തെങ്കിലും നിലയ്ക്കലിനെ വികസിപ്പിക്കുന്നതിന് ഇപ്പോഴും നമുക്കൊരു അമാന്തമുണ്ട്.